ഇന്നലെ നടന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ. താമരശ്ശേരി സ്വകാര്യ ട്യൂഷൻ സെന്ററിന് സമീപം വെച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. എളേറ്റിൽ വട്ടോളി MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളുമാണ് പരസ്പരം ഏറ്റുമുട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ MJ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഹമ്മദ് ഷഹബാസ് ആണ് മരിച്ചത്. തലയ്ക്കായിരുന്നു ഷഹബാസിന് പരിക്കേറ്റത്. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടിയുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിന് കാരണം. ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി. ഈ തർക്കത്തിന്റെ തുടർച്ചയായി വീണ്ടും വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു. മാന്നാറിൽ കാളകെട്ടിനിടെ പോലീസുകാരുടെ കണ്ണിൽ മണ്ണ് വാരിയിട്ടു. പ്രതികൾ പിടിയിൽ. ചെന്നിത്തല തൃപ്പരുന്തുറ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ചാണ് കാളകെട്ടിനിടെ പോലീസിന് നേരെ ആക്രമണമുണ്ടായത്. സംഭവത്തെ തുടർന്ന് സുമേഷ്, ജെയ്സൺ, സാമുവൽ എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഉത്സവ നടത്തിപ്പുകാരും കാളകെട്ട് സമിതി അംഗങ്ങളും തമ്മിൽ പ്രദേശത്ത് സംഘർഷം നിലനിന്നിരുന്നു. പോലീസ് ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. എന്നാൽ രാത്രി 7:30യോടെ വീണ്ടും പ്രദേശത്ത് സംഘർഷമുണ്ടായി. ക്രമസമാധാനം നിലനിർത്തുന്നതിനായി സ്ഥലത്തെത്തിയ പോലീസുകാരുടെ കണ്ണിൽ മണ്ണുവാരിയിട്ടാണ് പ്രതികൾ ആക്രമണം നടത്തിയത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടുകയും യൂണിഫോം കീറുകയും ചെയ്തു. തുടർന്ന് മാന്നാർ പോലീസ് ഇൻസ്പെക്ടർ MC അഭിലാഷും സംഘവും സ്ഥലത്തെത്തി പ്രതികളെ പിടികൂടുകയായിരുന്നു. ക്ഷേത്രമുറ്റത്ത് ഉറങ്ങിക്കിടന്ന 7 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമം. പാല പുലിയന്നൂരിൽ ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് സംഭവം നടന്നത്. ക്ഷേത്രമുറ്റത്ത് മാതാപിതാക്കൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന കുട്ടിയെയാണ് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. കുട്ടി കരഞ്ഞ് നിലവിളിച്ചതോടെ പ്രതി രക്ഷപ്പെടുകയായിരുന്നു. പാല പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പരാതിക്കാരിയെ ലൈംഗിക ബന്ധത്തിന് ക്ഷണിച്ച ASIയെ വിജിലൻസ് പിടികൂടി. കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ ബിജുവാണ് അറസ്റ്റിലായത്. പരാതിക്കാരിയിൽ നിന്നും മദ്യക്കുപ്പിയും ഇയാൾ കൈക്കൂലിയായി വാങ്ങി. പരാതിക്കാരിക്ക് ഗാന്ധിനഗർ സ്റ്റേഷനിൽ സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട കേസുണ്ടായിരുന്നു. ഇതിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. എന്നാൽ കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് പരാതിക്കാരി വ്യാഴാഴ്ച സ്റ്റേഷനിലെത്തി. CI അവധിയായതിനാൽ ASI ബിജുവാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത്. ഈ സമയം ബിജു പരാതിക്കാരിയോട് ലൈംഗിക ബന്ധത്തിന് വഴങ്ങണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു.